ഞങ്ങളുടെ യാത്രയിലെ 6-ാം ദിവസം മുംബൈയുടെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കായിരുന്നു. മുംബൈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഒരു നൂറ്റാണ്ടിലെ പെരുമ വിളിച്ചോതുന്ന ഈ പ്രൗഢസ്തംഭം. അറബിക്കടലിലേക്ക് കണ്ണുനട്ട് കടലിലും കരയിലും അത്ഭുതം വിരിയിച്ചു നിൽക്കുന്ന ഈ കവാടത്തിന് ഒരു നൂറ്റാണ്ടിൻ്റെ മഹത്തായ പാരമ്പര്യമുണ്ട്. കടൽ മാർഗം മുംബൈയിലേക്കുള്ള ആദ്യ പ്രവേശന കവാടം എന്ന പെരുമ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. ദക്ഷിണ മുംബൈയിലെ കൊളാബയിലാണ് ഈ ചരിത്ര സ്മാരകം. 85 അടി ഉയരമുള്ള ഈ പൈതൃക നിർമ്മിതി ശില്പങ്ങളാലും കൊത്തുപണികളാലും ആകർഷകമാണ്. ഹിന്ദു മുസ്ലിം കെട്ടിട നിർമ്മാണ ശൈലികൾ ഏകോപിപ്പിച്ചാണ് രൂപകൽപ്പന. ഗുജറാത്തി വാസ്തുശില്പകലയോടാണ് ഇതിന് കൂടുതൽ സാദൃശ്യം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമനും ഭാര്യ മേരി രാജ്ഞിയും മുംബൈയിലെത്തിയതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1910 മെയ് 6 മുതൽ 1936 ജനുവരി 20 മരിക്കും വരെ ബ്രിട്ടനിലെ രാജാവായിരുന്നു ജോർജ് അഞ്ചാമൻ. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന ഇന്ത്യൻ സാമ്രാജ്യത്വത്തിൻ്റെ ചക്രവർത്തി എന്ന പദവിയും ബ്രിട്ടീഷ് രാജാവിനായിരുന്നു. 1911 ജൂൺ 22 അദ്ദേഹത്തിൻ്റെ കിരീടധാരണം. വർഷങ്ങളോളം അടക്കി വാണ ഇന്ത്യയിലേക്ക് കിരീടധാരി എന്ന പ്രൗഢിയുമായി എത്തിയ ഏക രാജാവ് ജോർജ് അഞ്ചാമനാണ്. കിരീടധാരണത്തിൻ്റെ ഭാഗമായി നാട്ടുരാജാക്കന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ വൻ ദർബാർ സംഘടിപ്പിക്കുന്ന പാരമ്പര്യമുണ്ടായിരുന്നു. 1911 ഡിസംബർ 12 ഡൽഹി ദർബാർ സംഘടിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി ബ്രിട്ടീഷ് രാജാവ് അന്ന് ഡൽഹി ദർബാറിൽ പങ്കെടുത്തു. ആ സദസ്സിൽ വെച്ചാണ് ഡൽഹിയെ രാജ്യ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ദർബാറിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ജോർജ് അഞ്ചാമനും രാജ്ഞിയും 1911 ഡിസംബർ 2 മുംബൈയിൽ കപ്പലിറങ്ങിയത്. ബ്രിട്ടന്റെ രാജാവ് എന്ന നിലയിൽ ഇന്ത്യയിലെത്തിയ ആദ്യ രാജാവിനോടുള്ള ബഹുമാനാർത്ഥം ഒരു ചരിത്ര സ്മാരകം നിർമ്മിക്കുക എന്ന ആശയത്തിൽ നിന്ന് പിറന്നതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എന്നാൽ സ്മാരകത്തിന് പകരം ഒരു മാതൃക മാത്രമാണ് മുംബൈയിൽ അന്ന് സ്ഥാപിച്ചത്. 1913 മാർച്ച് 31 ബോംബെ ഗവർണർ സർ ജോർജ് ക്ലർക്ക് കടലിനോട് പറ്റിക്കിടക്കുന്ന അപ്പോളോ ബന്ദറിൽ തറക്കല്ലിട്ടു. ജോർജ് വിറ്ററ്റ് എന്ന വാസ്തുശില്പി തയ്യാറാക്കിയ രൂപരേഖയ്ക്ക് 1914 അന്തിമ അനുമതി ലഭിച്ചത്. ഏതാണ്ട് 10 വർഷം കൊണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി കഴിപ്പിച്ചു. 1924 ഡിസംബർ 4 അന്നത്തെ വൈസ്രോയി ആയിരുന്ന റീഡിംഗ് പ്രഭുവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മുംബൈയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ ഇടമായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മാറി. ഇതിനോട് ചേർന്ന് 5 ബോട്ട് ജെട്ടികളുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫൻ്റ കേവ്സ്, അലിബാഗ്, എണ്ണ ഖനന മേഖലയായ മുംബൈ ഹൈ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് ബോട്ടുകൾ പോകുന്നുണ്ട്. മഹാരാഷ്ട്ര പുരാവസ്തു വകുപ്പാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്നത്.